നമസ്കാരം. തെമ്മാടിത്തരം കാണിക്കുന്ന പോലീസുകാർക്ക് സ്ഥലമാറ്റം കൊടുത്ത് സുരക്ഷിതമാക്കുന്ന കലാപരിപാടിക്ക് കഴിഞ്ഞ ദിവസം കൽപ്പറ്റ വീണ്ടും ഒരു വിളനിലമായതിൽ സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഷൻ ഉണ്ട്. പക്ഷെ സസ്പെൻഷൻ കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഷൻ കാലാവധിയൊക്കെ എന്താ പറയാ മുൻകാല പ്രാബല്യത്തോടെ സസ്പെൻഷൻ ഒക്കെ പിൻവലിച്ച് ആ പണമൊക്കെ കൊടുത്ത് അവരെ സുരക്ഷിതമാക്കുന്ന ഒരു പരിപാടിയാണ് പിന്നീടുള്ളത്. അതായത് അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നോ, കുറച്ചു കാലത്തേക്ക് ആൾക്കാർ മറക്കുന്നവർ വീട്ടിലിരുന്നോ, ഞങ്ങൾ പാതി ശമ്പളം അല്ലെങ്കിൽ മുക്കാൽ ശമ്പളം തന്നോളാം സർക്കാർ പറയാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പറയാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ, തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ തൽക്കാലം അവിടെ നിന്ന് മാറ്റി മറ്റെവിടേക്കെങ്കിലും പോസ്റ്റ് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ പഞ്ഞിക്കിട്ടാലോ. അത് മാത്രമല്ല, പിറ്റേന്ന് അതേ അങ്ങാടിയിൽ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് നാണക്കേട് ഒരു ചമ്മല് കാര്യങ്ങൾ ഉണ്ടാകൂലേ. ഈ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന നിരപരാധികൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അതേ ഒരു മാനസിക വിഷമങ്ങളും മറ്റു കാര്യങ്ങളും ഇതേ സാധുക്കൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും കഴിഞ്ഞ ദിവസം ആ പോലീസുകാരുടെ ഡയലോഗ് കേട്ടപ്പോണ്ടല്ലോ സത്യത്തിൽ പുറം പൊളിഞ്ഞു പോയി. ഇത്തരത്തിലുള്ള വർഗീയവാദികളായിട്ടുള്ള വിഷവിത്തുക്കൾ എങ്ങനെ പോലീസിൽ കയറി എന്നാണ് ചിന്തിച്ചു പോയത്. ഈ മലപ്പുറത്ത് എന്റെ സ്വഭാവം ഇങ്ങോട്ട് എടുക്കണ്ട. മലപ്പുറത്ത് എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? മലപ്പുറത്തെ കുറിച്ച് തോന്നിയ ദിവസം മുഴുവൻ പറയുന്നുണ്ടല്ലോ. മലപ്പുറത്ത് പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറത്തുള്ള പോലീസുകാർ ഇതുപോലുള്ള ചില വർഗീയ വിഷവിത്തുകൾ മാത്രമേ അത് തോന്നുള്ളൂ. എന്നിട്ട് വാർത്ത വന്നേക്കുന്ന SIക്ക് സ്ഥലം മാറ്റം, കൽപ്പറ്റയിൽ കാറുടമയെ ബലമായി കസ്റ്റഡിയിലെടുത്ത ട്രാഫിക് SIക്ക് സ്ഥലം മാറ്റം, മാനന്തവാടി സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡിലേക്ക് സ്ഥലം മാറ്റിയാണ്. അല്ലാതെ വീട്ടിലേക്ക് സസ്പെൻഷൻ ഒന്നും കൊടുത്തില്ല. തോന്നിയ ദിവസം കാണിച്ച സസ്പെൻഷനെങ്കിലും മിനിമം കൊടുക്കണം, അത് കൊടുത്തിട്ടില്ല. എന്താണ് SI VP ആന്റണി, ട്രാഫിക് SI VP ആന്റണിയാണ് മാറ്റിയത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചതോടെ സംഭവം വിവാദമാകുക. ആരോ ഇത് വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ആ പാവം കാറുടമയുടെ മേളിൽ എന്തൊക്കെ കേസുകൾ വരും. ആ പോലീസുകാരന്റെ നേരെ കയ്യേറ്റം, അതുപോലെ കൃത്യം നിർവഹണം തടസ്സപ്പെടുത്തി, പിന്നെ പോലീസുകാരനെ ചവിട്ടി, എന്തൊക്കെ വന്നേനെ. ആ പാവത്തിന്റെ മണ്ട ഇല്ലാത്ത കേസുകൾ മുഴുവൻ എടുത്തു വെച്ചു കൊടുത്തേനെ. സത്യത്തിൽ ഈ പോലീസുകാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? പ്രത്യേകിച്ച് ഈ ട്രാഫിക് പോലീസുകാർക്ക് നേരം വെളുത്തിട്ടില്ലേ? ഈ കാറുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കുറച്ച് മുമ്പ് ഇറങ്ങിയ കാറുകളുടെയൊക്കെ സൈഡ് ഗ്ലാസും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വൈറ്റ് ഗ്ലാസ് ആണ്, പ്യൂർ വൈറ്റ് ആണ്. എന്നാൽ പിന്നീട് ഇത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും AC നിൽക്കില്ല എന്നും അതുപോലെ എണ്ണ ബുദ്ധിമുട്ടാണ് എന്നും യാത്ര ചെയ്യാൻ പ്രയാസമാണെന്നും മനസ്സിലായപ്പോൾ പുതിയ കാറുകൾ ടിൻറ്റഡ് ഗ്ലാസുകൾ ഇറങ്ങി തുടങ്ങി. അതായത് ഒരല്പം കറുത്ത ഗ്ലാസുകളാണ്, ഒരല്പം കറുത്ത കളറുള്ള ഗ്ലാസുകൾ ഇറങ്ങി തുടങ്ങി ആ ചൂടിനെ ഒന്ന് പ്രതിരോധിക്കാൻ തക്കവണ്ണം. അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ കാറുകൾ ഉപയോഗിച്ചിരുന്നവർ അവർക്കും ഇത് ബാധകമാണല്ലോ, അവർക്കും ഈ ചൂടില്ലേ? അതോ ഈ പുതിയ കാറുകൾ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ചൂടുള്ളൂ? പഴയ കാറുകളിലുള്ളവര് വളരെ നേർത്ത സ്റ്റിക്കർ ഒട്ടിച്ചു, അതായത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചു. പിന്നെ ആ കൂളിംഗ് ഫിലിം ആയിരുന്നു പ്രശ്നം. എന്തെങ്കിലും ഒലക്കമേലെ ഉണക്ക ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ ചീഞ്ഞ പോലീസുകാർ വരണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. കാരണം ഈ സൈഡിലെ ഗ്ലാസ്സിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്തിനാണ് കൂളിംഗ് ഫിലിം പറിക്കുന്നത്, എന്തിനാണ് അതിന് ഫൈൻ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇതുകൂടെ പൊട്ടിച്ചെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നരെങ്കിൽ ഒരു കാർ അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് സൈഡ് ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആരെങ്കിലും പുറത്തിറക്കിയ ചരിത്രമുണ്ടോ? ഒന്നുകിൽ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടും, അല്ലെങ്കിൽ ബാക്ക് ഗ്ലാസ് പൊട്ടും, അല്ലെങ്കിൽ ഡോർ തുറക്കാൻ കിട്ടും. ഇനി കൂളിംഗ് ഫിലിം ഒട്ടിച്ചു എന്ന് കരുതിയിട്ട് അത് പൊട്ടിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇനി മൊത്തത്തിൽ കറുപ്പ് മൂടി അകത്തൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഹൈഡാക്കി കൊണ്ടുപോകണമെങ്കിൽ ശരി. അപ്പോൾ ചില ചീഞ്ഞ ആൾക്കാർക്ക്, ചില ചീഞ്ഞ മനസ്ഥിതി ഉള്ളവർക്ക് നിയമത്തിന്റെ മറ പിടിച്ചുകൊണ്ട് മനുഷ്യനെ ദ്രോഹിക്കുക എന്നുള്ളത് ഒരു ഹരമാണ്, അല്ലെങ്കിൽ ഒരു മനോരോഗമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു മനോരോഗമാണ് ഈ പറഞ്ഞ ഈ VP ആന്റണി എന്ന് പറയുന്ന പോലീസുകാരൻ കാണിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മലപ്പുറം വിശേഷം ഇവിടെ എടുക്കണ്ട, നമുക്കൊന്ന് കാണാം. ആരെയാണ് പേടിപ്പിക്കുന്നത്? പണിയാ കാണിച്ചാ മലപ്പുറത്ത്
ഞങ്ങള് നാട്ടുകാരെ ഇവരെ മെഡിക്കലാക്കണം, വണ്ടി ഇവിടെ കടന്നോട്ടെ. ഞാൻ പണി നിൽക്കാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ സംസാരിക്കണമെങ്കിൽ എത്രത്തോളം വിഷം ഇയാളെ മനസ്സിലുണ്ട്. എന്നിട്ട് പറയാം പോലീസുകാരൻ ആരാന്ന് കാണിച്ചു തരാം, ഞാൻ ആരാന്ന് കാണിച്ചു തരാം, നിനക്ക് പോലീസ് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരാം. മനസ്സിലായല്ലോ. അവസാനം ആരോ ഇത് വീഡിയോ എടുത്തുകൊണ്ട് ആ പാവം രക്ഷപ്പെട്ടു. പക്ഷെ എങ്കിലും അത് വിവാദമായപ്പോ സംഗതി മൂപ്പര ഭാഗത്താണ് തെറ്റെന്നുള്ളത് സേന സമ്മതിച്ചല്ലോ. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ASI ആയിട്ട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണം. അതാണ് വേണ്ടത് ശരിക്കും. ഇതിപ്പോ ട്രാഫിക് SI ആണല്ലോ, ട്രാഫിക് ASI ആയി ഇങ്ങോട്ട് ഡീപ്രൊമോട്ട് ചെയ്യണം ശരിക്കും വേണ്ടത്. അത്രയെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാൻ വയ്യാത്ത നട്ടലില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. തെമ്മാടിത്തരം കാണിക്കാനല്ലല്ലോ ഈ പോലീസുകാരെന്ന് പറയുന്നത്. പോലീസുകാർ ഈ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ, പോലീസുകാരുടെ ജീവനും സ്വത്തിനും ജീവിതത്തിനും സഞ്ചാരത്തിനും ഒക്കെ സുഗമമായിട്ട് സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പാത ഒരുക്കാൻ വേണ്ടിയിട്ട്, അവർ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരല്ലേ. ഇവിടെ ഗുണ്ടയായി പെരുമാറിയതാണ് ഈ പോലീസ്. പക്ക ഗുണ്ടായിട്ടാണ് ഇവിടെ പെരുമാറിയത്. ചാവി കൊണ്ട് എന്നെ കാണിച്ചു തരാൻ ബലമായി പിടിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കണം ഈ കാറുകളിലൊക്കെ ഇത്ര ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. ഈ കാലത്തെന്ന് പറഞ്ഞാൽ വളരെ ദീർഘദൂര യാത്ര നമ്മൾ പോകുന്നുണ്ട്. ദീർഘദൂര യാത്രകൾ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ NH66 വരുന്നുണ്ട്. ഈ NH66 കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് ചോട്ടും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണോ? അല്ല. അവിടെ ബ്ലൂടൂത്ത് വണ്ടിയിൽ തന്നെ, കാറിൽ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം. ആ പാത ഉയർത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതിൽ യാത്ര ചെയ്യുന്ന 10, 200, 300 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാൾ ഫോണേ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണോ? ഇത് ആധുനിക കാലഘട്ടമാണ്. ഒരാളുടെ കച്ചവടവും ജീവിതവും എല്ലാം ഒരു ഫോണിലാണ് കിടക്കുന്നത്. ആ ബോധവുമില്ലാത്ത ചില പോത്തങ്കോടന്മാർ ഫോൺ ആദ്യം പിടിച്ചെടുക്കും. ഏത് ഫോണാണ് പിടിച്ചെടുക്കുന്ന ഒരു ബോധം ഉണ്ടാവില്ല അവർക്ക്. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ ജീവിതം തന്നെ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം ഫോൺ പിടിച്ചെടുത്ത് അവർക്ക് വേണ്ട രേഖകൾ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു മര്യാദ പോലും ഇവിടുത്തെ പോലീസുകാർ കാണിക്കുന്നില്ല. അതുപോലെയാണ് ഈ പോലീസുകാരനും കാണിച്ചത്. കാറിന്റെ ചാവി കൊണ്ടോ ഇത് കൊലപാതകം വല്ലതും നടത്തിയോ? വല്ല കൊലപാതകം നടത്തിയില്ലല്ലോ. സത്യത്തിൽ ഇത്തരമുള്ള പോലീസുകാർ അപമാനമാണ്. ഇങ്ങനെയുള്ളവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടത്. പുതിയ ആൾക്കാർ പുറത്ത് നിൽക്കണം കാത്ത്. ഇവിടെ റാങ്ക് ലിസ്റ്റിൽ ഇങ്ങനെ കാത്തു നിൽക്കുക, ഒരു അവസരം കൊണ്ടാന്ന് പറഞ്ഞിട്ട്. ഇതിനെയൊക്കെ പിരിച്ചുവിടണം. ഇതിനെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ ആൾക്കാരെ നിയമിക്കണം. തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആരായാലും, ഏത് ഉദ്യോഗസ്ഥനായാലും സർവീസിൽ നിന്ന് പുറത്തു പോകുന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും. Different angles. Don't forget to subscribe and support this channel.